പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ 11ാമത്തെ ദിവസത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്കൊരു ചെറിയ ദുആ പഠിക്കാം. അല്ലാഹു തആല നമ്മൾ ഇന്നലെയും ഇനിഞ്ഞാന്നും ഒക്കെ പിടിച്ച നോമ്പുകൾ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇന്നൊക്കെ നോമ്പുള്ളവരുണ്ടാകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ദിവസം, അതായത് മുഹറം മാസത്തിൻ്റെ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ഉസ്താദെ, ലക്ഷക്കണക്കിന് രൂപയാണ് കടങ്ങളുള്ളവർ. ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു 8 കോടി രൂപ കടമുണ്ടെന്ന. 8 കോടി രൂപ കടം. വലിയ ബിസിനസ്സുകാരനാണ്. 8 കോടി രൂപ കടമുണ്ട്. അവിടെ ഇവിടെയൊക്കെ കൊടുക്കാനുണ്ട്. എങ്ങനെ വീട്ടുമെന്നറിയില്ല. കുറേ പൈസ തിരിച്ച് കിട്ടാനുണ്ട്. കോടിക്കണക്കിന് രൂപ ഇങ്ങോട്ട് കിട്ടാനുണ്ട്. ഉസ്താദ് ദുആ ഇറക്കണം, എന്തെങ്കിലും ദുആ പറഞ്ഞു തരണം. ആ സമയത്ത് അദ്ദേഹത്തിന് ഉൾപ്പെടെ ഞാൻ പറഞ്ഞു കൊടുത്തൊരു ദുആയാണിത്. അതുപോലെ തന്നെ രോഗികളായ ആളുകളുണ്ട്, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, ലോൺ അടക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട്. അങ്ങനെ നീറുന്ന 100 പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ജീവിതത്തിൽ നാവുകൊണ്ട് പറഞ്ഞ, സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത പുണ്യമായ ഒരു ദുആയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ അർത്ഥം, അതെപ്പോൾ ചൊല്ലണം, എങ്ങനെ ചൊല്ലണം, വിശദമായി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് തന്നെ നമുക്ക് ആ ചെറിയ ദുആ പഠിച്ചെടുക്കാം. അല്ലാഹു തആല ആ ദുആ പഠിക്കാനും അത് ജീവിതത്തിൽ പറയാനും അത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടങ്ങൾ ആസ്വദിക്കുവാനും അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട ആരെല്ലാം ഉണ്ടോ, പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോകൾക്ക് താഴെയൊക്കെ ദുആ ചെയ്യാൻ പറയുന്ന നിരവധി ആളുകളുണ്ട്, അനവധി ആളുകളുണ്ട്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് തന്ന് അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ എല്ലാവിധ ബറക്കത്തും സലാമത്തും റാഹത്തും അല്ലാഹു തആല നൽകുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസ പ്രതിസന്ധികളെ തൊട്ട് അല്ലാഹു തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ പരിപാവനമായ മുഹറം 9, മുഹറം 10 ഒക്കെ വിട പറഞ്ഞു. നമ്മളെല്ലാവരും ഉള്ളത് മുഹറം 11ാമത്തെ ദിവസത്തിലാണ്. ഇന്ന് അൽഹംദുലില്ലാ നോമ്പെടുത്തിട്ടുള്ള നിരവധി ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ഉണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും നോമ്പിനെ പരിപൂർണമായി സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഹറം 10 കഴിഞ്ഞാൽ പിന്നെ നോമ്പിൻ്റെയൊക്കെ ശ്രേഷ്ഠത കഴിഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കരുത്. മുഹറം 10 കഴിഞ്ഞാലും, അതായത് പരിശുദ്ധമായ റമളാനിന് ശേഷം പിന്നെ നോമ്പ് പിടിക്കാൻ ഏറ്റവും പറ്റിയ മാസം അത് മുഹറം മാസമാണ് എന്ന് നമുക്ക് കിതാബിലൊക്കെ ഉണ്ട്, ഹദീസിലുണ്ട്. ആ മുഹറമാണ് ഏറ്റവും നല്ലത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ റജബാണ്, പിന്നെ ദുൽഹിജ്ജയാണ്, പിന്നെ ദുൽഖഅദയാണ്. അതായത് അല്ലാഹു തആല ആദരിച്ച, ബഹുമാനിച്ച 4 മാസങ്ങളുണ്ടല്ലോ, ആ മാസങ്ങളാണ് പിന്നെ റമളാനിന് ശേഷം നമ്മൾ തുടർത്തി കൊണ്ടുവരേണ്ടത്. ആ കൂട്ടത്തിൽ നമുക്ക് പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ നോമ്പ് പിടിച്ചാലൊക്കെ കൂലിയുണ്ട്. ഒരു സങ്കടത്തിലാണ് ചില ഉമ്മമാരൊക്കെ, ഉസ്താദേ ഞങ്ങൾക്ക് മുഹറം 9, 10 ഒക്കെ നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടില്ല, അന്ന് ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു, എന്ത് ചെയ്യാൻ പറ്റും? കുഴപ്പമില്ല. മഹത്തുക്കൾ പറയുന്നു, സൂമു യൗമ ആശൂറ വഖാലഫു ഫീഹി അൽ യഹൂദ. അതായത് മുഹറം 10 നിങ്ങൾ നോമ്പ് പിടിക്കുക. എന്തിനാ മുഹറം 10 നോമ്പ് പിടിക്കേണ്ടത്? മുഹറം 10 നോമ്പ് പിടിക്കണം. അതോടൊപ്പം തന്നെ മുഹറം 9 നോമ്പ് പിടിക്കുക. യഹൂദന്മാരോട്, ജൂതന്മാരോട് എതിരായി നിൽക്കാൻ വേണ്ടിയാണ്. ആയിക്കോട്ടെ. പക്ഷേ വീണ്ടും നമുക്ക് മഹത്തുക്കൾ പറയുന്നു, സൂമു ഖബ്ലഹു യൗമൻ ഔ ബഅദഹു യൗമ. അതായത് മുഹറം 10 മാത്രമല്ല, മുഹറം 9, മുഹറം 11 നിങ്ങൾക്ക് നോമ്പ് പിടിക്കാം. മുഹറം 11, മുഹറം 10, മുഹറം 9, ഈ 3 ദിവസവും നമുക്ക് നോമ്പ് പിടിക്കാൻ പറ്റും. ഇനി നോമ്പ് പിടിക്കാൻ പറ്റുന്നില്ല, ഈ 3 ദിവസം നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ഈ 3 നോമ്പും നമുക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ ഈ മുഹറം 9, 10 നോമ്പ് മറ്റ് ദിവസങ്ങളിൽ ഖളാ വീട്ടാൻ പറ്റും എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മൾ പിടിച്ചിട്ടുള്ള നോമ്പുകളെ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ നോമ്പിൻ്റെ നിയ്യത്ത് ഇൻഷാ അല്ലാഹ് തലേ രാത്രി തന്നെ വെക്കലാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ റമളാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പിൻ്റെ ആ ഒരു നിയ്യത്തും കൂടി വെക്കുന്നത് കൊണ്ട് തലേ രാത്രി തന്നെ ഇൻഷാ അല്ലാഹ് നോമ്പിൻ്റെ നിയ്യത്ത് എപ്പോഴാണോ നമ്മൾ നോമ്പ് പിടിക്കുന്നത് അതിൻ്റെ തലേ രാത്രി തന്നെ നിയ്യത്ത് വെക്കാൻ മറന്നു പോവണ്ട. അൽഹംദുലില്ലാ. പരിശുദ്ധമായ മുഹറം മാസം അല്ലാഹു തആല സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, നമുക്ക് ഇന്ന് ഒരു ദുആ പഠിച്ചാലോ? ഇന്നൊരു ദുആ പഠിക്കാം. ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്ന ഒരു ദുആയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു ദുആയാണ്. നബിതങ്ങൾ തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അത്രമാത്രം ശ്രേഷ്ഠതയും മഹത്വവും അതിന് ഉള്ളതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ആ ഒരു ദുആ പറഞ്ഞത്. എപ്പോഴാണ് നബിതങ്ങൾ ഈ ദുആ പറഞ്ഞതെന്നറിയോ?
നബിക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ ജീവിതത്തിൽ കടങ്ങളാണ് നബിയെ, കടം മാറാനാണ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് സ്വഹാബിമാർ വരുമ്പോൾ നബി തങ്ങൾ അവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് വീടുമായി ബന്ധപ്പെട്ട് പ്രശ്നമുള്ളവരുണ്ട് അല്ലേ? വീട് വെക്കാൻ പ്രയാസപ്പെടുന്നവർ, അല്ലെങ്കിൽ വീട് പണി തുടങ്ങിയിട്ട് പകുതി വെച്ച് നിന്നു പോയിരിക്കുകയാണ്, അത് ബാക്കി തുടർത്തി കൊണ്ടുപോകണം. അതുപോലെ തന്നെ വീട് പണി പൂർത്തിയായിട്ടില്ല, സ്വന്തമായി വീടില്ല, വാടകയ്ക്കാണ് കഴിയുന്നത്, സ്വന്തമായി വാഹനമില്ല, രോഗങ്ങളാണ്, പിന്നെ മക്കളില്ല, കല്യാണം പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവുന്നില്ല, കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നു, ഉള്ള മക്കളെ കൊണ്ട് ഇടങ്ങേറാണ്. ഇങ്ങനെ ഒരുപാട് നീറുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഗർഭിണികളായ സഹോദരിമാർ ഉണ്ട്. അവരൊക്കെ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാഹു തആല. ഒരുപാട് ഗർഭിണികളായ സഹോദരിമാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു അവസ്ഥയിലുള്ള എല്ലാ സഹോദരിമാർക്കും അല്ലാഹു തആല സുഖപ്രസവം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഖൈറായ മക്കളെ അല്ലാഹു തആല അവർക്കും നമുക്കും നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ജീവിതത്തിൽ എന്ത് പ്രയാസ പ്രതിസന്ധി ഘട്ടം വന്നോ ആ സമയത്തൊക്കെ നബിതങ്ങൾ പറഞ്ഞിരുന്ന, നബിതങ്ങൾ മറ്റു സ്വഹാബിമാർക്ക് പറയാൻ ചൊല്ലിക്കൊടുത്തിരുന്ന ഒരു ദുആയാണ്. ആ ദുആഇന്റെ പേര് ഇതാണ്, ദുആഉൽ ഖർബ് എന്നാണ്. അയ്യ ഉസ്താദെ, ദുആഉൽ ഖർബ് ഞങ്ങൾക്കറിയാം. ആയിക്കോട്ടെ, ദുആഉൽ ഖർബ് നിങ്ങൾക്കറിയാം. ഇന്നത്തെ ദിവസം എത്ര പേര് ദുആഉൽ ഖർബ് പറഞ്ഞിട്ടുണ്ട്? ഇന്നത്തെ ദിവസം ഈ നിങ്ങൾക്കറിയാമെന്ന് നിങ്ങൾ പറയുന്ന ദുആഉൽ ഖർബ് എത്ര പ്രാവശ്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്? കുറവായിരിക്കാം. ഞങ്ങൾ പറഞ്ഞിട്ടില്ല, പക്ഷെ ഞങ്ങൾക്കറിയാം. അങ്ങനെയല്ല, നമുക്കൊരു കാര്യം അറിയാമെങ്കിൽ അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് ആ അറിയാവുന്ന കാര്യം കൊണ്ട് ഉപയോഗമുണ്ടാവുക, അല്ലെങ്കിൽ ഉപകാരമുണ്ടാവുക. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ 3 സംഗതികളാണ് അവൻ്റെ ഖബറിൽ കൂട്ടുണ്ടാവുക. ഒന്നാമത്തേത് സ്വാലിഹായ മക്കളാണ്. അവനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നല്ല മക്കളാണ്. അല്ലാഹു തആല നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മളെ ഓർക്കുന്ന, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, ഖുർആൻ ഓതി ഹദിയ ചെയ്യുന്ന നല്ല മക്കളാക്കി അല്ലാഹു തആല നമ്മുടെ മക്കളെ മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. രണ്ടാമത്തേത് നമ്മൾ കൊടുത്ത സ്വതക്കകളാണ്. ജാരിയായ സ്വതക്ക, പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി, പാവപ്പെട്ട ആളുകൾക്കൊക്കെ വേണ്ടി കൊടുത്ത സ്വതക്കകളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് നാളെ ഖബറിൽ കൂട്ടാൻ. മൂന്നാമത്തേത് നമ്മൾ പഠിച്ച അറിവ്. നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, ആ പഠിച്ച കാര്യം നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ, ഇപ്പോൾ ഖുർആൻ ഓതാൻ നമുക്കറിയാം, അതറിയാമെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കലല്ല. ഖുർആൻ ഓതാം, അറിയാം, ആയിക്കോട്ടെ, ആ അറിയാവുന്ന ഖുർആൻ എടുത്ത് പല ആവർത്തി നമ്മളിങ്ങനെ ഓതുക. സൂറത്ത് യാസീൻ അറിയാം, പക്ഷെ അത് ഓതുന്നില്ല, അതുകൊണ്ട് കാര്യമില്ല. അതുപോലെ നിസ്കരിക്കാൻ അറിയാം, നിസ്കരിക്കുന്നില്ല, അതുകൊണ്ട് കാര്യമില്ല. അതുപോലെ തന്നെ ദിക്റുകൾ ഏതൊക്കെ ചൊല്ലണം, എപ്പോൾ പറയണം. ഇപ്പോൾ വാഹനത്തിൽ കയറുമ്പോൾ ദിക്ർ നമുക്കറിയാം. എത്ര പേര് ചൊല്ലുന്നുണ്ട് വാഹനം ഓടിക്കുമ്പോൾ? ബാത്റൂമിൽ കയറുമ്പോൾ ഇടതുകാല് കൊണ്ട് കയറണമെന്നറിയാം അല്ലേ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുതി വൽ ഖബായിസി എന്ന് പറയണമെന്നറിയാം. ഇറങ്ങുമ്പോൾ വലതുകാല് മുന്തിച്ചിറങ്ങണമെന്നറിയാം. അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷി എന്നും, അതുപോലെ തന്നെ അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നി അൽ അദാ വആഫാനി തുടങ്ങിയ 2 ദിക്റുകൾ നമ്മൾ പറയണമെന്ന്, ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയണമെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ എത്ര പേര് പറയുന്നു? ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാ പറയണമെന്നറിയാം, എത്ര പേര് പറയുന്നു? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയണമെന്ന് നമുക്കറിയാം, എത്ര പേര് പറയുന്നു? അവിടെയാണ് പ്രശ്നം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയലല്ല, ആ അറിയുന്ന കാര്യം ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരുമ്പോഴാണ് അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും നാളെ ആഖിറത്തിലും ഉപയോഗമുണ്ടാവുക, ഉപകാരമുണ്ടാവുക. അപ്പം അതുകൊണ്ട് ദുആഉൽ ഖർബ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു. ഉസ്താദെ ഞങ്ങൾക്കിത് അറിയാം എന്നല്ല, ഈ അറിയാവുന്ന ദുആഉൽ ഖർബ് എത്ര പേര് ചൊല്ലുന്നുണ്ട്, ഇതാണ് നമുക്കറിയേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇപ്പം തന്നെ നമുക്ക് ചൊല്ലാം. ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഒന്നുകൂടി പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഒന്നുകൂടി. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഇവിടെ ഈ അവസാനം പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ അലീം എന്നും പറയുന്നവരുണ്ട്, അതുപോലെ വറബ്ബുൽ അർശിൽ കരീം എന്നും പറയുന്നവരുണ്ട്. നമുക്ക് കരീം എന്ന് പറയലാണ് നല്ലത്. നമുക്കതിൻ്റെ അർത്ഥമൊന്ന് നോക്കിയാലോ.
3 വാചകങ്ങളാണ്. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, സഹനശക്തിയുള്ള മഹാനായ അല്ലാഹുവേ, നീയല്ലാതെ ആരാധനക്കർഹനില്ല. അള്ളാഹ്ക്ക് എത്ര ഇഷ്ടമാണെന്നറിയോ ഈ പറയുന്നത്? അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വാചകം. അതുകൊണ്ടാണ് ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു ദുആഉൽ ഖർബ് കൊണ്ട് നമുക്ക് കിട്ടാൻ കാരണം അള്ളാഹ്ക്ക് അത്രമാത്രം ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം. ഈ ഒരു ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഈ ദിക്ർ നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. അത്രമാത്രം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹു, ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. എങ്ങനെയുള്ള അല്ലാഹുവാണ്? അല്ലാഹുവിൻ്റെ 2 ഇസ്മുകളാണ് ഈ പറയുന്നത്, അൽ അലീം, അൽ ഹലീം. അതായത് സഹനശക്തിയുള്ള മഹാനായ ഉന്നതനായ അല്ലാഹുവേ, നീയല്ലാതെ ആരാധനക്കർഹനില്ല. വളരെ എളുപ്പമാണ്. ഒന്ന് പറഞ്ഞേ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം. അലീമുൽ ഹലീം അത് പഠിച്ചോ? ഒന്നുകൂടി, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം. അത് കഴിഞ്ഞു. രണ്ടാമത്തെ സെക്ഷൻ, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം. എന്താ അതിൻ്റെ അർത്ഥം? മഹത്തായ ഉന്നതമായ അർശിൻ്റെ ഉടമസ്ഥനായ അല്ലാഹുവേ, നീയല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. നീയാണ് ആരാധനക്കർഹൻ. ഇതാണ് രണ്ടാമത്തെ സെക്ഷന്റെ ആ വാചകത്തിന്റെ അർത്ഥം. അപ്പോൾ ഒന്നാമതായി നമ്മൾ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം. രണ്ടാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം. ഇനി മൂന്നാമത്തെ ലാസ്റ്റത്തെ സെക്ഷൻ, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. മാന്യനായ മഹത്തായ അർശിന്റെ, ആകാശഭൂമികളുടെ ഉടമസ്ഥനായ അല്ലാഹുവേ, നീയല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. അതായത് 1, 2, 3, 4 ഏകദേശം 4-ലധികം വരുന്ന അള്ളാഹുവിൻ്റെ ഇസ്മുകൾ അടങ്ങിയിട്ടുള്ള ഒരു ദുആയാണ് ദുആഉൽ ഖർബ്. പേര് തന്നെ ഖർബ് എന്നാണ്. അതായത് തുടച്ചു നീക്കുന്നത്, വടിച്ചു മാറ്റുന്നത് എന്നൊക്കെ നമുക്ക് അർത്ഥം വെക്കാം. എല്ലാ പ്രയാസങ്ങളെയും ഒടിച്ചു കളയുന്ന, പ്രതിസന്ധികളിൽ നിന്നും ഒരു തുണയായി, ഒരു പിടിവള്ളിയായി നമുക്ക് വരുന്ന ദുആയാണിത്. ഇതൊരു ദുആയാണ്, ഇതൊരു ദിക്റാണ്. ഏത് ഗണത്തിലും പെടുത്താം. എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറയാം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഒന്നുകൂടി പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഇതാണ് ദുആഉൽ ഖർബ്. ഇൻഷാ അല്ലാഹ് കടങ്ങളുള്ള ആളുകളുണ്ടോ? കടങ്ങളുള്ളവർ ഈ ദുആ പറഞ്ഞോട്ടോ, ദുആഉൽ ഖർബ് പറഞ്ഞോ. കടങ്ങൾ ഇൻഷാ അല്ലാഹ് അത് വീട്ടാനുള്ള വഴി അല്ലാഹു തആല തുറന്നു തരും. ചിലപ്പോൾ നമ്മൾ അറിയാതെ കടങ്ങൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല മറ്റാരെങ്കിലും കൊണ്ട് വീട്ടിത്തരുന്ന ഒരവസ്ഥ വരെ ഉണ്ടാകും. അതുപോലെ രോഗികളായ ആളുകൾ ദുആഉൽ ഖർബ് പറഞ്ഞോ. നിങ്ങളുടെ രോഗം അല്ലാഹു തആല ശിഫയാക്കി തരും. ഇനി അഥവാ ആ രോഗത്തിലെങ്ങാനും ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ അല്ലാഹു അവൻ്റെ ജീവിതത്തിൽ വലിയ, അതായത് ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ, ഖബറിൽ, ആഖിറത്തിൽ, മഹ്ശറയിൽ അല്ലാഹു തആല വലിയ നിഅമത്തുകൾ അല്ലാഹു തആല കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ദുആ പറഞ്ഞാൽ, ജീവിതത്തിലും ഖൈറാണ്, മരണത്തിലും ഖൈറാണ്. ഒരുപാട് നേട്ടങ്ങളുള്ള ദുആയാണ് ദുആഉൽ ഖർബ്. അതുകൊണ്ട് പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ദിവസങ്ങൾ കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആഉൽ ഖർബ് മറന്നു പോവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ദുആഉൽ ഖർബ് നിത്യമായി കൊണ്ടുപോവാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ദിവസം ഒരൊറ്റവട്ടമെങ്കിലും ഇത് പറയാൻ വിട്ടുപോകരുത്. അല്ലാഹു തആല ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഒരുപാട് ആളുകൾ ഒരു വിഷമങ്ങൾ പറഞ്ഞ, സങ്കടങ്ങൾ പറഞ്ഞ ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യും. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും പ്രയാസ പ്രതിസന്ധികൾ മാറ്റിത്തരുമാറാവട്ടെ. ഹലാലായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി തരട്ടെ. എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ദൂരീകരിക്കുമാറാവട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.